ഇത് മതി. നീ വന്ന 2 പ്രാവശ്യം ഇട്ട. ഹലോ ഗൈസ്, ഈ ലൈവിൽ നിന്ന് ഞങ്ങൾ ഒരാൾ പറയണം മാത്രം ഇട്ടേനെ. ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ലൈവാണ്. ഇന്ന് അവൾക്ക് റിസൾട്ട് വന്നിട്ടാണ്. അവൾ പറഞ്ഞായിരുന്നു ഇന്ന് അവൾക്ക് റിസൾട്ട് വരും. സോ അന്ന് ലൈവ് നടത്തിയാൽ അവളെ റിസൾട്ടിൻ്റെ മാർക്ക് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട ലൈവാണ്. സോ ഗൈസ്, എന്താ പറയുക, ഇപ്പോൾ 10 എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ജയിക്കാത്തവർക്കും ജയിക്കാതിരിക്കും മനസ്സില്ല. എന്നാലും ഭൂരിപക്ഷമായി കണ്ട എല്ലാവരും ഇത് ഫുൾ A+ ആയിരുന്നു. സ്റ്റോറി സ്റ്റാറ്റസ് ഇടപെട്ട് മൊത്തം ഫുൾ A+ൻ്റെ കളിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഫുൾ A+ വാരി കൊടുക്കണമെന്ന്. ഞാൻ ഞങ്ങളെ വീഡിയോ അടിച്ചു തന്നിരിക്കുകയായിരുന്നു. അപ്പോഴത്തിന് അവളെ കാര്യം ഓർത്ത്, അയ്യോ ഇന്ന് അവളെ റിസൾട്ട് വരെയല്ലേ, വീഡിയോ ഇടാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ അത് ഇടണ്ടേന്ന്. അടുത്ത അതോടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തേക്കും. ലൈവ് പോലും ഒന്നുമില്ല. ആരെങ്കിലും ഒന്ന് റിസൾട്ട് വെച്ചാൽ ഞാൻ റിസൾട്ടിൻ്റെ പേപ്പർ റിസൾട്ട് കൊണ്ട് കച്ചെന്ന് പറയും. ഫോട്ടോയ്ക്കിട്ട് അമ്മ മറന്നു എന്താ പറയും. മറ്റേ ഇതിൽ അത് സിനിമയിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടത്. നിങ്ങൾക്കൊണ്ട് റിസൾട്ട് ഓർത്തോ? ഞങ്ങൾക്ക് മാത്രമല്ല, അപ്ലൈ ചെയ്തിക്കൊണ്ടിരിക്കേണ്ടി വരരുത്. ഈ ലൈവ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഇട്ടേക്കണം. കാരണം ആ പറഞ്ഞ ആൾ വരുമെന്ന് അറിയണമല്ലോ. ദെൻ ഗൈസ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കോളേജിൽ പോയാലേ നടന്നാ നമുക്ക് വീട്ടിൽ എത്തും ചേച്ചി. കോളേജിൽ തുടങ്ങിയ നിങ്ങൾക്ക് എക്സാം എന്നാ? ഞങ്ങൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് ഭൂരിഭാഗം തീരാറായി. അത് ഞാൻ അപ്ലോഡ് ആക്കണം. നിങ്ങൾക്ക് മൺഡേ ആണ് എക്സാം. അപ്പോൾ അന്ന് പോകും. അന്ന് തന്നെ മൺഡേയിലെ എക്സാം. അപ്പോൾ അന്ന് തന്നെ പോകും. ഞായറാഴ്ചയല്ലേ പോകണം? ഓക്കെ, നല്ലോണം പഠിച്ചത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എഴുതുക കേട്ടോ. റിസൾട്ട് എന്നാ പറയണം, കേട്ടല്ലോ. ടൂർ ഹോപ്പ് ഓൺ ദ സ്റ്റേറ്റ്സ് ജപ്പാൻ. സോ ഹോസ്റ്റലിൽ പോകില്ല. വന്നു നോക്കൂ. അടുത്താണോ ഇപ്പോൾ വീട്? ഹോസ്റ്റലിനടുത്താ? ഹോസ്റ്റൽ എടുക്കാം. ടീച്ചർ ഇവിടെ ഹോസ്റ്റലിനടുത്താണ്. അയ്യോ, അവള് റിസൾട്ട് അറിയാൻ ഭയങ്കര ഏഴ്സിട്ടായിട്ട് നിൽക്കുക. സത്യം. അവളെ അനിയത്തി വരുമെന്നാ പറഞ്ഞേ. അത് അവൾ ആ അക്കൗണ്ട് അവളെ അനിയത്തി യൂസ് ചെയ്യുക എന്നാ പറഞ്ഞേ. അവൾ പുതിയ ഫോൺ എടുത്തു. പിന്നെ മാറ്റടി.